ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 93 റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കമന്റ്സ് വായിക്കാം. കറുത്ത ചേട്ടാ, നിങ്ങൾക്ക് എത്ര ചാനൽ ഉണ്ട്? നമുക്കിപ്പോൾ 4 ചാനൽ ഉണ്ട്. ഒന്നാമത്തെ ചാനൽ ഈ ചാനൽ, ഇതാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ചാനൽ. രണ്ടാമത്തെ ചാനലാണ് ഈ ചാനൽ, ഇതാണ് ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത ചാനൽ. മൂന്നാമത്തെ ചാനൽ ഒരു ബ്ലോഗ് ചാനൽ ഉണ്ട്, അത് ഞാൻ മൂന്നാമത് സ്റ്റാർട്ട് ചെയ്ത ചാനൽ. നാലാമത്തെ ചാനൽ ഈ ശരത് ടോക്സ് 2.0 എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചാനൽ കോപ്പിറൈറ്റ് കിട്ടിയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ ചാനൽ. അങ്ങനെ ടോട്ടൽ 4 ചാനൽസ് ഉണ്ട്. നിങ്ങൾ 4 ചാനൽസും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യോ പ്ലീസ്. ബ്രോ, എന്റെ ബർത്ത്ഡേ ആണോ ഒന്ന് വിഷ് ചെയ്യുമോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു യദൂസ് ഗെയിമിംഗ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ യദു ബ്രോയ്ക്കും അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. പുതിയ ഐറ്റംസ് ബാക്കിൽ വന്നു. ബ്രോ, ആ ഷോർട്സിന്റെ നോട്ട്ബുക്ക് ഒന്ന് കാണിക്കുമോ? അത് നോട്ട്ബുക്ക് അല്ലടാ, ഡയറിയാടാ. ഇതിങ്ങനെ കണ്ടാ, ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാണതാ. ഇങ്ങനെ കുറെ പേജസ് ഉണ്ട്, ഷോർട്സ്. ഇത് നമ്മൾ ബാംഗ്ലൂർ ഇവന്റിന് പോയപ്പോൾ കിട്ടിയതാണ്. ഇത് പോയ ഇവന്റിന്റെ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനുള്ള റിയാക്ഷൻസ് എല്ലാം നേരത്തെ ഇടാമോ? ലേറ്റ് ആവുന്നൊന്നും കാണാൻ പറ്റുന്നില്ല, പ്ലീസ്. യെസ്, ഈ വീഡിയോ നേരത്തെ വരുന്നതായിരിക്കും. ചേട്ടൻ എപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യും. ഞാനോ? ഒരിക്കലും ഇല്ല. ചേട്ടൻ ആർക്കാണ് ഫൈനലിൽ വോട്ട് ചെയ്യുന്നത്? ഞാൻ ആർക്കും വോട്ട് ചെയ്യില്ല. ഇതിൽ കുറെ കമന്റ്സ് ഒക്കെ കണ്ടു, ഞാൻ ഇന്നാളുടെ ഫാനാണ്, ഞാൻ അന്നാളുടെ ഫാനാണെന്ന്. ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ നോണ പറയാറില്ല. ഞാൻ വോട്ട് ചെയ്യില്ല, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അതെ കടാ. ബ്രോ, ബിഗ് ബോസ് സീസൺ 5 കണ്ടിട്ടുണ്ടാ? ഞാൻ ബിഗ് ബോസ് സീസൺ 1 തൊട്ട് ഇപ്പൊ സീസൺ 6 വരെ എല്ലാം കണ്ടിട്ടുണ്ട്. ഒരു എപ്പിസോഡ് പോലും ഞാൻ വിട്ടിട്ടില്ല. ചേട്ടന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഏതാ? എടാ, ഇത് iPhone 15 Pro Max. ശരത്ത്, കോഴി സ്വഭാവം ഉണ്ടല്ലേന്നാ? എനിക്കോ? ആരും അസംബന്ധമൊക്കെ പറയുന്നേ? കൊല്ലങ്കാരെ പറഞ്ഞത് ശരിയായില്ല ശരത്തേട്ടാ. അയ്യോ, ഞാനത് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നല്ല, ജസ്റ്റ് ഒരു തമാശ പറഞ്ഞതാണ്. അപ്പൊ ഞാനത് പറഞ്ഞത് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലങ്കാരോടും ഞാൻ മാപ്പി ചോദിക്കുന്നു. ഐ എം റിയലി സോറി. ഓക്കെ. ബ്രോനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് നീറ്റ് എക്സാമിന് നല്ല മാർക്ക് കിട്ടി. പക്ഷെ എന്താ കാര്യം, കട്ട് ഓഫ് വളരെ കൂടുതലായി പോയി. കട്ട് ഓഫ് കൂടിയതും ബ്രോയുടെ അനുഗ്രഹമാവൂല്ലേ? കട്ട് ഓഫ് അല്ല, ഗ്രേസ് മാർക്ക് കൊടുത്തതാണ് നമ്മുടെ ചാനലിന്റെ അനുഗ്രഹം. നിങ്ങൾ വിചാരിച്ചില്ല ഇതെന്താണ് ഗ്രേസ് മാർക്ക്? ഇതുവരെ ഇല്ലാത്ത സംഭവം. നമ്മുടെ ചാനലിന്റെ പവറാ. ഈ എക്സാം എഴുതിയവരോട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയി. സോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, എന്തെങ്കിലും റിസൾട്ട് അതിന് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എത്ര നാളായി പറയണം നിന്നോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ പോസ്റ്റ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മളത് വായിക്കുന്നതാണ്. സോ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഈ കാലുകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ശ്രീധുന്റെ അല്ലേ ഇത്? ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റാ. ജിൻഡോന്റെ ഡാൻസ്. ഇവര് നല്ല പാട്ടിടല്ലോ ബിഗ് ബോസ്. ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കും ഒരു സമയത്ത്? സോ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ 6. മെഡിക്കൽ റൂമിലോട്ട് ഒരാൾ പോന്നു. എല്ലാവരും ചുമ്മാ ഇരുന്ന് സംസാരിക്കുക, വേറൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനിനി? പോന്നു, കണ്ണിൽ സ്റ്റിച്ച്. അപ്പൊ ജാസ്മിൻ പറയാ, ഇവിടെ എത്ര അപകടം നടക്കേണ്ട സ്ഥലമാണ്, ഇപ്പൊ ഒരു അപകടം ഇല്ല. അഭിഷേക് പറയാ, ആർക്ക് അപകടം പറ്റിയാലും അർജുൻ ഇതിങ്ങനെ എടുത്തോണ്ട് ഓടുന്നുണ്ടാവും. അതായിരിക്കും പ്രേമം. അതുകൊണ്ട് നന്ദനേനെ കളിയാക്കണം. നന്ദനേനെ എടുത്തോണ്ട് പോയപ്പോ വിട്, ഞാൻ ഒറ്റയ്ക്ക് ഒക്കോളാം എന്ന് പറഞ്ഞത് അഭിഷേക് കളിയാക്കണ്ട. ശരിക്കും അറിയില്ല, കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു. അതിപ്പോ ജാസ്മിൻ പറയാണ്, ഇവൻ ഈ അർജുൻ ഇവൻ ജാൻമോണിനെ എടുത്തിട്ട് ജാൻമോണി തലയിറങ്ങി വീണതല്ല, അഭിനയിച്ചതാണ്. കണ്ണ് തുറന്ന് നോക്കി വെയിറ്റ് കുറവുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ അതിനെ കുറ്റം പറഞ്ഞിട്ട് ജാൻമോണി ഇങ്ങനെ തൊട്ടു പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഛർദിക്കാൻ വരുന്നു. അതെന്താ അർജുന ഗർഭാണ്? അല്ല, ഇതും അല്ല, അവര് ഫ്രണ്ട്സ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് റൂമിൽ ഋഷി അഭിഷേക് സംസാരം. കോംബോ പ്ലാൻ ആയിരിക്കും, നമുക്ക് അറിയില്ല. അങ്ങനെ ഋഷിയുടെ ഡൗട്ടാണ്, ശ്രീതു അർജുൻ കോംബോ ആണ്. ഇന്നലെ രാത്രി ഞാൻ കുറെ നേരം നോക്കിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. എന്താണ് നീ കണ്ടത്? അവർ രണ്ടുപേരെയുള്ള കോംബോ പുറത്തെങ്ങനെ പോകുന്നത് ഇവിടെ വേറെ രീതിയിലാ. ചിലപ്പോ നമുക്ക് തന്നെ ഡൗട്ട് തോന്നിപ്പോ. എനിക്ക് ചിലപ്പോ ഇടയ്ക്ക് ഡൗട്ട് തോന്നും. എനിക്ക് ഇന്നലെ തോന്നി. ചിലപ്പോ അല്ലടാ, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇവരിടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കിക്കുന്നത്. കണ്ണും നോക്കിയാ അപ്പൊ കൊള്ളേ മാഫിയ. ഇവിടെ ഒരു ആറ്റം ബോംബ് വെച്ചിട്ട് അമ്മ പോലും ഉറങ്ങി. അതാ മമ്മീനെ ഒരാൾക്ക് അനുസരണയില്ലാത്തവള്. നന്ദന നോമിനേഷനിൽ കയറിയിട്ട് കോംബോ വിളിച്ചിട്ട് ചോദിക്കുമ്പോ ഫ്രണ്ട്സ് ആന്ന് പറയും. പക്ഷെ നന്ദനെ നീ പറഞ്ഞിരുന്നോ? പാവം നന്ദനെ ഞാൻ എന്തോരം കളിയാക്കി. നല്ല മനസ്സുള്ളവൾ അവള്. ഫിനാലെ വീക്ക് ആരംഭിച്ചിരിക്കുന്നു. അതിപ്പോ ബിഗ് ബോസ് എല്ലാവരും അവിടെ നിരത്തി ഇരുത്തിട്ട് പറഞ്ഞു, ഇത്തവണ ഫൈനൽ 5 അല്ല, ഫൈനൽ 6 ആണ്. കാരണം ഇത് സീസൺ 6 ആണ്. ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും വളരെയധികം. വോട്ടിംഗ് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞിട്ട് ക്യാമറ ഫോക്കസ് ചെയ്തത് 3 പേരെയാണ്: അർജുൻ, ജിൻഡോ, ജാസ്മിൻ.
ഇവർ 3 പേരുമാണ് നിലവിൽ ലീഡിങ്. വിജയാശംസകൾ. പ്രവേശം ടാസ്ക് കഴിഞ്ഞതോടുകൂടിയും സിജ ഔട്ട് ആയതോടുകൂടിയും അർജുന്റെ ഗ്രാഫ് ഇതിങ്ങനെ അങ്ങോട്ട് കയറി. അർജുനാണ് ഇപ്പൊ ഏറ്റവും വോട്ട് കൂടുതൽ കിട്ടി നിൽക്കുന്നത്. സെക്കൻഡ് ജിൻഡോ ആണ് നിൽക്കുന്നത്. തേർഡ് ആണ് ജാസ്മിൻ നിൽക്കുന്നത്. ജാസ്മിൻ ഈ ആഴ്ച ഗബ്രി വന്നു കഴിയുമ്പോൾ വോട്ട് കുറയാൻ നല്ല ചാൻസ്. ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക. ഈ വോട്ടിംഗ് കഴിഞ്ഞ ശേഷം ഇത് അൺഫെയർ ആയിരുന്നു, ഇത് ഫെയർ അല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കറക്റ്റ് പ്രോസസ്സാണ്. സോ നിങ്ങളുടെ ഇഷ്ടമുള്ള മത്സരാർത്ഥിക്ക് പോളൊന്നും നോക്കാതെ, പോളിൽ ഇന്നാള് ഫസ്റ്റ് ആന്ന് പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്യാതിരിക്കരുത്. ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന വോട്ട് വേറെ ആവാം. സോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക. ഫിനാലെ കഴിഞ്ഞ ശേഷം ഇത് അൺഫെയർ ആയിരുന്നു, ഇവൻ ഡിസേർവിംഗ് അല്ല എന്നൊന്നും പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് നിങ്ങളുടെ സമയം. വോട്ട് ചെയ്യേണ്ടവർ പോയി വോട്ട് ചെയ്യുക. അതിപ്പോ ബിഗ് ബോസ് എല്ലാത്തിനും റൂമിൽ കയറ്റി വാതിലടച്ചു. എന്നിട്ട് അവിടെ എന്തോ സെറ്റിംഗ്സ് ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ കർട്ടൻ പൊന്തി കഴിഞ്ഞ് ജിൻഡോ അഭിഷേകം ഇറങ്ങി നോക്കിയപ്പോ അഭിഷേക് പറയാം, ഇവിടെ ഒരു മാറ്റമില്ലല്ലോടേ, ഒരു വ്യത്യാസമില്ലടേ. അതെ ഒരു അൽമാരി വിളിച്ചോ. ജിൻഡോ ദേ ഒരു അലമാരി എടുക്കണ്. അലമാരി അമ്മേ പേടിയാ. അയ്യേ പോയി നോക്ക്. ഋഷി ജാസ്മിനെ തള്ളി വിടുന്നു, പോയി നോക്കുന്നു പറഞ്ഞു. ജാസ്മിന് പേടി. ബിഗ് ബോസ് വീട്ടിൽ ഇപ്പുള്ള 6 പേരില് ഏറ്റവും ധൈര്യശാലി ആരാന്നറിയോ? നമ്മുടെ ശ്രീതു. ശ്രീതു വന്ന് അലമാര തുറന്നപ്പോൾ ജാൻമോണി പിന്നെ കെട്ടിപ്പിടുത്തത്തോട് കെട്ടിപ്പിടുത്തം. ജാൻമണി പറയാം, 1/2 മണിക്കൂറായി ഞാൻ ഈ അലമാരിൽ കയറി ഇരിക്കും. എനിക്ക് അവര് കൊണ്ടുവച്ച ഹാഫ് ആൻ അവർ ആയി. നിങ്ങൾ വരുന്നില്ല, എന്ത് കഷ്ടം നോക്ക്. അല്ല ജാസ്മിനെ ആരെ കണ്ടോന്ന് ചോദിക്കണേ? ഗബ്രീനെയാ. അപ്പൊ ജിൻഡോ പറഞ്ഞു വേറെ ഏതൊക്കെ റൂമിൽ ആരെങ്കിലും ഒക്കെ വന്ന് ഇരിക്കണ്ടാവും. അപ്പൊ ജാൻമണി ഇല്ല. പക്ഷെ ജാസ്മിന് വിശ്വാസമില്ല. ജാസ്മിൻ നോക്കാൻ പോയേക്കാ. ജാസ്മിൻ എന്റെ ഗബ്രിയെ കണ്ടോ, എന്റെ ഗബ്രിയെ കണ്ടോ, ഗബ്രി ഇവിടെ ഉണ്ടോ നീ? എല്ലായിടത്തും നോക്കി, എവിടെയും കണ്ടില്ല. എപ്പിസോഡ് കാണാറുണ്ടോ? കണ്ടതില്ല. ഞാൻ അപ്പൊ ചോദിക്കാണ് എപ്പിസോഡൊക്കെ കാണാറുണ്ട്. അപ്പൊ ജാൻമണി ദിവസം ബബ്ബി ഞാൻ ഉറങ്ങിപ്പോയി. എപ്പിസോഡ് കാണാറുണ്ടോന്നാ? ഒരു ദിവസം രാത്രി ഞാൻ ഇത് വെച്ച് കിടന്നുറങ്ങിപ്പോയി. ലോകത്തെ ഗതി അറിയാതെ രാവിലെ എന്റെ ഇപ്പൊ ലോകത്തിന് കഥ അറിയാതെ എന്ന് പറഞ്ഞു. ഞാൻ വേഗം മൈക്ക് തപ്പിയിട്ട് ബിഗ് ബോസ് മൈക്ക് കാണാനില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒറ്റയെടുത്ത് കഴിയുമ്പോ മൈക്ക് തപ്പന്നെ. അയ്യോ സോറി ബിഗ് ബോസ്. എന്റെ ജാൻമണി ഇതിനെ അന്ന് ഔട്ടാക്കണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി നമുക്ക് ചിരിക്കാണ്ടായി. മടന് പോവും ചിലപ്പോ ഇങ്ങനെ മൈക്ക് നോക്കും. നല്ല കോമഡി ആയിരുന്നു ജാൻ. വീണ്ടും സ്വാഗതം. ഇതെന്തോ ഈ ക്യൂട്ട്നെസ് ജാസ്മിനെ? ഈ വീട്ടിന്റെ വില നമുക്ക് ഇവിടെ മനസ്സിലാവില്ല. ജാൻമണി പറയാ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ വില മനസ്സിലാവില്ല, നിങ്ങൾ പുറത്ത് പോയി കഴിയുമ്പോഴാണ് ഈ വീടിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ എന്തുകൊണ്ട് നേരെയായി. ജിൻഡോ പറയാണ് എന്നൊരു തവണ പുറത്താക്കിയതല്ലേ, അപ്പൊ എനിക്ക് വില മനസ്സിലായി, അതുകൊണ്ടല്ലേ തിരിച്ചു കയറിയപ്പോ ഞാൻ നന്നായത്. എന്തോ ജാസ്മിനെ അവിടെ നിന്ന് എടുത്ത് തിന്നണേ. ജിൻഡോ ജാൻമണി നമുക്ക് ഓരോന്ന് വലിച്ചാലോ? തുടങ്ങിയല്ലടാ, ഞാൻ അവിടെ സൈഡിൽ പോയി ഇരിക്കാറുണ്ടല്ലോ. വന്ന് കേറിയില്ല, അതിന് മുമ്പ് വലി തുടങ്ങി. I'm really sorry. Love you. ലവ് യു ടു. വലിക്കാൻ പോണതിന് മുമ്പ് ജാനു ജാസുവിനോട് വന്നിട്ട് പറയാ, ജസു ഐ എം സോറി, ഐ ലവ് യു ഡി. അതില്ല അത് ഉറപ്പാ. 7 പേർക്ക് കുടിക്കാൻ ഇത്ര ചായ. അപ്പൊ അർജുൻ ജാസ്മിനോട് പറയാണ്, ഗബ്രീനെ നോക്കി ഇരിക്കല്ലേ നീ, വരൂടി അവൻ വരും. അർജുൻ നൈസായിട്ട് ജാസ്മിന്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തതാന്ന് എനിക്ക് മനസ്സിലായി. ജാസ്മിന് വിഷമമായി തുടങ്ങി. ജാസ്മിന്റെ കണ്ണീന്ന് വെള്ളം വന്നു തുടങ്ങി. എന്റെ ഗബ്രി എപ്പോഴാ വരാ? ജാസ്മിൻ കരയാണ്. മീൻവൈൽ ജാഫർക്ക, ഹലോ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ അല്ലേ? ആ ഗബ്രീനോ റീ എൻട്രി കയറ്റാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാ? അല്ല 50 ലക്ഷം കിട്ടണോണ്ടാണ് അവൻ കയറി കഴിഞ്ഞുള്ള വോട്ടൊക്കെ പോകുന്നേ. മല്ലിക ജാൻ. എന്റെ പേരെ മാറ്റി മല്ലിക ജാൻ. അതേപോലെ ജാൻമണി പറയണേ, ജാൻമണിയുടെ പുതിയ പേര് കിട്ടി മല്ലിക ജാൻ. എന്നിട്ടാണോ മല്ലിക ജാൻ? Everyone ജാസ്മിൻ പിന്നെ ഇരുന്ന് കരയുന്നു. should look good. 7 മാസം പ്രണയിച്ചവന് ആലുവപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കാത്ത ജാസു, നീ 2 മാസം കണ്ടവനോട് നിനക്ക് ഇത്ര സ്നേഹമോ? ബോർഡായി പോയല്ലേ ഒറ്റയ്ക്ക്. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു,
പുറത്ത് നെഗറ്റീവാന്ന് അറിയാം. ഫാമിലി വന്ന് അവനെ ഒഴിവാക്കാൻ പറഞ്ഞു. എന്നിട്ടും ജാസ്മിൻ എന്തിനാണ് പിന്നെയും ഇത് പറഞ്ഞ് സെൻഡ് ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങക്ക് മനസ്സിലാവണ്ടോ? അർജുന് ജാനുവിനെ വലിയ മൈൻഡില്ലാട്ടാ, എന്തോ പ്രശ്നമുണ്ട്. നോക്കൂ, എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നു. ജാൻമണി പറയാ, എല്ലാരും എന്നെ നോക്കിയിരിക്കും, എന്റെ വയന്ന് ഒരു ന്യൂസ് പോലും വരില്ലടാ, പറഞ്ഞാലും നിങ്ങക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പോണ ടൈമില് ഞാൻ 2-3 ആളൊക്കെ കൊണ്ടുപോകും. ജാനു പറയണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയി കഴിഞ്ഞ 2-3 പേരെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. പൂജനെ സിബിനെ കൊണ്ടുപോയില്ലേ? സിവിനും അപ്പൊ അന്ന് ശരിക്കും പ്രാഗിയായിരുന്നല്ലേ? ഉറക്കമല്ലേ ലൈറ്റ് ഓഫ് ആക്കിട്ട്. ഇപ്പൊ ജാൻമണി ശ്രീധുവിന് ടൂക്ക് ഉറക്കല്ലേ ലൈറ്റ് ഓഫ് ആക്കിട്ട്. എന്തിന്? ശ്രീധു ഉറക്കോ? എന്താ നീ ഒരു അർത്ഥം വെച്ച് പറയണ ജാനു? കൂടുതൽ നോമിനേഷൻ കിട്ടുന്ന ആള് മാത്രം പോട്ടൊക്കെ പോകും. വോട്ട് കൊണ്ടോ എനിക്ക് അറിയത്തില്ല. അതിപ്പോ ജാൻമണി പറയണ്, ജാൻമണി വിചാരിച്ചിരുന്നത് വോട്ട് ചെയ്യണത് ഇവിടത്തെ കണ്ടസ്റ്റൻസ് നമ്മളെ നോമിനേറ്റ് ചെയ്യില്ലേ, അതിലേറ്റവും വോട്ട് കിട്ടുന്ന ആളെയാണ് എല്ലാ വീക്കെൻഡിലും പുറത്താക്കണേന്നാണ്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ വോട്ട് കുഴപ്പമില്ല, എനിക്ക് അഭിഷേക് സെയിം ഉണ്ട്. അപ്പൊ ജാൻമണി ഇങ്ങനെ ജാൻമണിയുടെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, ജാനു നിനക്ക് വോട്ട് കുറവായിരുന്നേ, എനിക്ക് സെയിം വോട്ടായിരുന്നു, എനിക്ക് അഭിഷേകിന് 9 വോട്ട്. ഓ, പുറത്തേക്ക് ആൾക്കാർ വോട്ട് കൊടുക്കണം. അപ്പോഴാണ് ജാനുവിന് മനസ്സിലായിരുന്നു പുറത്തെ ആൾക്കാർ വോട്ട് ചെയ്യും, എന്നിട്ടാണ് ഇവിടെ അകത്ത് നിലനിർത്തണേന്ന്. പിന്നെ അതറിയത്തില്ല. പിന്നെ ഋഷി ഇടിക്ക് ഞാൻ വെറുതെ തള്ളിയാണ്ടില്ല. ചുമ്മാ പിന്നെ ജാസ്മിൻ അങ്ങനെ പറ, വെറുതെ അല്ല ഇവിടെ കിടന്ന് പ്രാഗിക്കൊണ്ട് നടന്നേ, ഇതായിരുന്നു എന്റെ മനസ്സിലിരിപ്പ്. ചിരി വരും. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന നീ എന്താ പറയണെന്ന് പറഞ്ഞു? ശ്രീധു നൈസായിട്ട് അർജുന ന്യൂസ് എത്തിക്കണ്ടിട്ടാ. அவங்க என்ன மீனிங்ல പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നു. ശ്രീധുവിന് പേടി, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങ് എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കൊലച്ചിരി ചിരിച്ചു ജാനു. അതെന്താ അങ്ങനെ ചെയ്തു അർജുന? അമ്മ പറഞ്ഞില്ലേ അത്? അർജുൻ എടി അത് നിന്റെ മമ്മി വന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞതായിരിക്കും. നീ പേടിക്കണ്ട, നീ എന്റെ കൂടെ നിക്ക്, നമുക്ക് ഈ കോമ്പോ പിടിച്ച് തന്നെ എനിക്ക് കപ്പടിക്കണം. ഒരു ചിരിച്ച ചിരി വന്നു. അതെപ്പോഴും ഉണ്ടല്ലോ ചിരി. അർജുന ഇരുന്ന് ഫുഡ് കഴിക്കുക, അപ്പൊ ജാനു അവിടെ ഇരുന്ന് വെള്ളം കുടിക്കണ്ട്. അർജുൻ ഇങ്ങനെ ജാനുവിനെ നോക്കണ്ട്. അപ്പൊ ജാനു എന്നെ നോക്കണ്ട. Why are you looking at me? നോക്കാൻ പാടില്ലേ? Don't love me, okay? ജാനു പറയാ, ഡോണ്ട് ലവ് മീ, ഓക്കെ? ദിവസം എങ്ങനെ കിടക്കാം, ദൈവമേ പറ്റുന്നില്ല. അപ്പൊ ശ്രീധു പറയണ, എനിക്ക് പറ്റണില്ല, 6 ദിവസം കൂടി ഇവിടെ നിക്കണ്ട, എനിക്ക് പറ്റണില്ല, ഇത് സമയം പോകണോന്നേ. മുടിയല്ല. ശ്രീധു ജാൻമണി പറഞ്ഞത് വെച്ച് പേടിച്ചിരിക്കുക, കാരണം ജാനു അർജുനോട് മിണ്ടണില്ല. പിന്നെയാണെങ്കിൽ ഇങ്ങനെ പറയുകയും ചെയ്ത്. ഇത്ര ദിവസം തോന്നിയില്ല, പക്ഷെ ഒരു ദിവസത്തിന് ഇത്ര. ശ്രീധുന്റെ മനസ്സിൽ ദൈവമേ ഇനി എനിക്ക് വോട്ട് കുറവായിരിക്കോ? പാല് അത് കഴിഞ്ഞ് മറ്റേ ഷോപ്പിംഗ് ആയിരുന്നു, ഒന്നും കാണാനില്ലടേ ഇന്നത്തെ എപ്പിസോഡില്. Like home. അതിപ്പോ ഋഷിക്ക് ജാനു തുന്നിയ എംബ്രോയിഡറിയുടെ എന്തൊരു സാധനം കൊണ്ടേ കൊടുത്തു. ജീവൻ പൊങ്ങി നിൽക്കുന്നു. കൊള്ള. കുളിച്ചിട്ടില്ലല്ലോ. കുളിച്ചോ? ശ്രീധു കുളിച്ചില്ലല്ലോന്ന്. ഇത് ജാസ്മിൻ നോക്കിയതാണോ? Why I took only 5 lakhs and gone? ഇപ്പൊ ജാനു ഋഷിനോട് ചോദിക്കാം, എന്താ സായി 5 ലക്ഷം എടുത്തുണ്ടോയെ? അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഋഷി ഓർമ്മിപ്പിക്കില്ല എന്നത്, എനിക്കത് കേൾക്കുമ്പോ പൊളിഞ്ഞു വരും. നമ്മളിവിടെ മര്യാദക്ക് കളിക്കാൻ മര്യാദക്ക് വന്നിട്ട് സ്പോയിൽ. നമ്മൾ സെൽഫിഷ് ആണ്, റിച്ച് ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കൊന്നും പൈസക്ക് ആവശ്യമില്ലേ? അവർ റിച്ച് ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സെൽഫിഷ് ആക്ട്. വൃത്തിയായിട്ടവൻ ടാസ്ക് നശിപ്പിച്ചിട്ട് സെൽഫിഷ് സായി എന്നൊക്കെ പറഞ്ഞ് ഋഷി സായിനെ കുറ്റം പറയാം. ഒരാൾക്ക് 5 വസ്ത്രങ്ങൾ വീതവും നൽകിയിരിക്കും. അത് കഴിഞ്ഞൊരു ഗെയിം ആയിരുന്നു. ഗെയിമിന്റെ പേരാണ് തട്ടിധരിക്കൽ. എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, പക്ഷേ പവർഫുൾ ആണ്. ഇതൊരു സിമ്പിൾ ആൻഡ് പവർഫുൾ ഗെയിം ആണെന്നാണ് നമ്മുടെ ജാസ്മിൻ പറയണത്. കൊണ്ട് നൽകിയിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ് ടാസ്ക്. ഗെയിം വേറൊന്നുമല്ല, 6 പേർക്കും ഓരോ ബലൂൺ കൊടുക്കും, 6 പേർക്കും അവരുടെ 5 ഡ്രസ്സും കൊടുക്കും. ഈ ബലൂൺ തട്ടിക്കൊണ്ട് ഈ ഡ്രസ്സ് എടുത്ത് ധരിക്കണം. ഇതായിരുന്നു മത്സരം. മത്സരം തുടങ്ങി. അപ്പൊ എല്ലാവരും ഇങ്ങനെ തട്ടിക്കൊണ്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തട്ടുന്നു, ഡ്രസ്സ് ഇടുന്നു, തട്ടുന്നു, ഡ്രസ്സ് ഇടുന്നു, തട്ടുന്നു, ഡ്രസ്സ് ഇടുന്നു. ഋഷി ജാസ്മിന്റെ തട്ടണ്. ജാസ്മിൻ അതെന്റെ പന്താടാ. ജാസ്മിന്റെ പന്ത് ഇപ്പൊ പോയാണ്. കൈ കൊണ്ട് മാത്രം തട്ടുക. അപ്പൊ അർജുൻ കാലുകൊണ്ട് തട്ടി. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു കൈ കൊണ്ട് മാത്രം തട്ടുക. അങ്ങനെ തട്ടി 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 5 ഡ്രസ്സും നമ്മുടെ ജാസ്മിൻ ഇട്ടു. അർജുൻ സെക്കൻഡ് ആയിട്ട് ഫിനിഷ് ചെയ്തു, ശ്രീധു തേർഡ് ആയിട്ട് ഫിനിഷ് ചെയ്തു. ജാസ്മിൻ അർജുൻ ഈ സൈഡിലെ. അപ്പൊ ജാനു ആയിരുന്നു ജഡ്ജ്. അപ്പൊ ജാനു പറഞ്ഞു ഓരോ ഡ്രസ്സ് ഊരാൻ പറഞ്ഞു. അപ്പൊ ജാസ്മിൻ ഓരോന്ന് ഇങ്ങനെ ഊരാണ്.
എടാ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ അർജുൻ പറയും ദേ നീ ഒരെണ്ണം തിരിച്ചിട്ടേക്കാ. അപ്പൊ ജാസ്മിൻ എവിടെ തിരിച്ചിട്ട്? എടാ അത് ഒരെണ്ണല്ലടാ, ക്ഷമിക്കടാ നീ, അങ്ങനെയൊന്നും ഇല്ല. തിരിച്ചിടുന്നതിലൊന്നും ജാസ്മിൻ ആദ്യം പറഞ്ഞു അങ്ങനെ നേരെ ഇടണമെന്നും നിയമമൊന്നും ഇല്ല, നേരെ ഇടാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും പറഞ്ഞില്ല. കറക്റ്റ് ഇടനോടെ ഇതെന്താ അറിഞ്ഞൂടെ? കഴുത്ത് ഇവിടുത്തെ ഇവിടെ അത് കഴിഞ്ഞ് ആരും ഇത് അറിഞ്ഞല്ലാന്ന് പറഞ്ഞപ്പോ ജാസ്മിൻ പറയാണ് ശരി ശരി അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ തിരിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പൊ ആരും ശ്രദ്ധിച്ചില്ല. കഴുത്ത് തിരിഞ്ഞു കിടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്നിട്ട് ഞാനും ഒരു ടീഷർട്ട് മാത്രം ഇങ്ങനത്തെ ഉണ്ടായുള്ളൂ എന്ന് മാത്രം പറഞ്ഞു. ഇത് മാത്രമേ ടർട്ടിലിനേക്കുള്ളൂ, ബാക്കിയെല്ലാം ബാക്ക് സൈഡ് ഫ്രണ്ട് സത്യത്തിൽ എന്താ പ്രശ്നം? അർജുന്റെ തിരിഞ്ഞല്ലോ, എന്റെ തിരിഞ്ഞിട്ടും കൂടി ഇല്ലല്ലോ. അങ്ങനെ ചെറിയൊരു ഒച്ചപ്പാടിനൊക്കെ ശേഷം ജാസ്മിൻ ഫസ്റ്റ് ആണ് നിശ്ചയിച്ചു. തിരിഞ്ഞ് നോക്കുന്നില്ല ക്യാപ്റ്റൻ. ഫസ്റ്റ് ഓഫ് ഓൾ അർജുൻ സെക്കൻഡും ശ്രീതു തേർഡും ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ ശ്രീതു പറയണ് അതെങ്ങനെ ശരിയാവും, അർജുൻ ആരും തിരിച്ചല്ലിട്ടെ, അപ്പൊ ഞാനല്ലേ സെക്കൻഡും എന്റെ ക്യാപ്റ്റൻ. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പടി അത് തെളിവാ പറയൂ. അപ്പൊ ജാൻമണി പറഞ്ഞു തിരിച്ചിടണമെന്ന് നോക്കണ്ട, ഇട്ടതേ നോക്കണുള്ളൂ. താങ്ക് യു. അപ്പൊ ജിൻഡോ ജാസ്മിൻ ജയിച്ചതിന് കൺഗ്രാചുലേഷൻ കൊടുക്കാൻ പോവാ. അപ്പൊ ഋഷി താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ മാറി കിടക്കാൻ, ഞാൻ അവക്ക് കൊടുക്കാനേ പോണേ. ഇവൻ നല്ല ചെറുക്കനാ, ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് മോളെ പിന്നെ നമുക്ക് പോട്ടൊക്കെ പോണ ഇപ്പൊ ഞാൻ വിളിച്ച് തരാ. അല്ല അത് ലെറ്റർ അപ്പൊ വിജയ്ക്കുള്ള സമ്മാനം വന്നു. വിജയ്ക്കുള്ള സമ്മാനം വന്നപ്പോ അതിന്റെ ഒരു ലെറ്ററും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായി ഇന്ന് രാത്രി എവിക്ഷനിൽ ജാസ്മിൻ വീട് വിട്ടു പോകേണ്ടതാണ്. ജാസ്മിനുള്ള സമ്മാനമാണ് ഇതെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അർജുൻ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇന്ന് രാത്രി പെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് ഈ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയണം. ജാസ്മിൻ ദൈവമേ ടാസ്ക് കഴിച്ച പുറത്താവോ? ഞാൻ അവിടെ വച്ച് അവരെ കൊണ്ടുവരണേ. എനിക്ക് കുറച്ച് ആൾക്കാരെ വേണം, ബാക്കിയൊന്നും വന്നില്ല കുഴപ്പമില്ല. എനിക്കും അല്ല ജാസ്മിനെ അതാരാ നീ വിചാരിച്ച ആൾക്കാര്? ഗബ്രീന്റെ അശ്വിനല്ലേ? രതീഷ് വരണ്ടാന്ന്, അയാൾ എന്തിനാ പിന്നെ കയറി വന്നേന്നൊക്കെ. ഋഷിക്കുള്ള സർപ്രൈസ് ആയിട്ട് രതീഷ കയറി. എന്നിട്ട് ജാസ്മിൻ ഋഷിനോട് പറയാ എടാ നിനക്കുള്ള സർപ്രൈസ് നാളെ വരൂടാ രതീഷക്ക. പറയിപ്പിക്കരുത്. ദേ ഒരു സർപ്രൈസ് പെട്ടി. ജാസ്മിന് ഇരിക്കപ്പുറത്തില്ല ഗബ്രിയാന്ന് വെച്ചിട്ട് ഷോ പെട്ടിക്കുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാവണേ. പഠിച്ചവനെ അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കണേ റബ്ബേ. ജാസ്മിനെ ഗബ്രി അല്ല, അത് യമുന റാണി ചേച്ചി. ഒരേ ടേബിൾ ചെയ്യാം. യമുന റാണി ചേച്ചി ബി ലൈക്ക് പുല്ല് വളഞ്ഞിരുന്നിരുന്ന് മനുഷ്യന്റെ തണ്ടല് പോയി. ആരെങ്കിലും വന്നൊന്ന് പെട്ടി പൊക്കാൻ പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. അങ്ങനെ എല്ലാരും കൂടി ചേർന്ന് പെട്ടി തുറന്നു. അങ്ങനെ യമുന റാണി ചേച്ചി ജസ്റ്റ് എസ്കേപ്പ് ഫ്രം നടുവേദന. എന്താ ചേച്ചി ഇത്? യക്ഷിയുടെ ചിരിയാ. യമുന റാണിയുടെ ചായ. പുള്ളിക്കാരി പറയണ് ചായ സൂപ്പർ ഹിറ്റ് ആയിട്ട് ജിൻഡോ. ചായ സൂപ്പർ ഹിറ്റായി. ജിൻഡോ ആണോ? എനിക്ക് സന്തോഷായി. ബോഡി ഷെയ്മിങ് ചെയ്യുന്നോട് അർജുനെ. ജാൻമണിയുടെ കല്യാണോ പറഞ്ഞില്ലേ ഇവരോട്? ജാൻമോണിയുടെ കല്യാണം ഉറപ്പിച്ച ശരിക്കും ഡോക്ടറാണ്. ഡോക്ടറാ ഇതൊക്കെ പറയണ വാ നമുക്ക് ഒരു ഉളച്ചായ കുടിക്കാം. യമുന റാണി ചേച്ചി എന്താ സന്തോഷം. ജാനു പറയണ് അയ്യോ ഈ യമുന റാണി ചേച്ചിക്ക് പറഞ്ഞ കാര്യം എനിക്ക് പറഞ്ഞില്ല. വീണ്ടും സ്വാഗതം. അതാ ബിഗ് ബോസ് എനിക്ക് പറഞ്ഞ ഈ കാര്യം എടി പറഞ്ഞടി പറഞ്ഞ സിഗരറ്റ് വലിച്ചപ്പോ മറന്നു ഇതായിരിക്കും. ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്തായിരുന്നു ചേച്ചി പോയി കഴിഞ്ഞിട്ട്? അതേ ഇപ്പൊ ജാസ്മിനും അർജുനൊക്കെ ചോദിക്കാണ് ഏതാണ് ഈ യമുന റാണി ചേച്ചിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഔട്ടായ ശേഷമുള്ളത്? എല്ലാം അങ്ങനല്ല, എനിക്ക് എല്ലാം ഇങ്ങനെ മൈൻഡിലുണ്ട്. യമുന ചേച്ചി എനിക്ക് അങ്ങനെയൊന്നുമില്ല മോനെ, എല്ലാ മൊമെന്റും എനിക്ക് ഇഷ്ടം. നോറ പോയത് കണ്ടപ്പോ എനിക്കുണ്ടായ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് യമുന ചേച്ചി പറഞ്ഞു നോറ പോയപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫീല് പോലും വരാഞ്ഞത് മോശമായി പോയി. മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമില്ല. ഇത്ര നാള് നിങ്ങളുടെ കൂടെ 90 ദിവസം നിങ്ങളുടെ കൂടെ ജീവിച്ചൊരു കൊച്ചല്ലേ അത്. നിങ്ങൾക്ക് ആർക്കും ഒരു ഫീലിങ്സ് ഇല്ലാതായി പോയി. അത് പോയപ്പോ ഒന്ന് വിഷമിക്കുക, കരയണ്ട, മുഖത്ത് കാണാലോ എവിഡന്റ് ആയിട്ട്. ജാസ്മിൻ പറയണ് ആ കൊച്ചിന് ആരോടും ഈ പൊന്നു ചേച്ചി അവൾക്ക് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല, ഇങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചുള്ളൂ. പക്ഷെ ആ ഒരു ഇത് ആരുടെയും മുഖത്ത് ഒരു അപ്പോഴും യമുന ചേച്ചി പറയാം അത് മോശമായി പോയി, നിങ്ങൾക്ക് ഒന്ന് വിഷമിക്കായിരുന്നു. കണ്ടതേ ഇല്ല അത് പുറത്ത്. പെട്ടി നശിപ്പിക്കരുത്. യമുന ചേച്ചി വന്ന സർപ്രൈസ് ബോക്സ് എല്ലാരും കൂടി തല്ലി പൊളിക്കുക. അപ്പൊ ബിഗ് ബോസ് എടേ ആ ബോക്സ് നശിപ്പിക്കലടാ, നാളെ ആളെ കയറ്റിവിടാനുള്ളതാണ്. നിങ്ങൾ ചായ ഒക്കെ ഇട്ടായിരുന്നോ വൈകിട്ട്? യമുന ചേച്ചി അപ്പൊ ചോദിക്കണ ചായ ഇട്ടോ? കട്ടൻ ചായ ഇവിടെ
പൂളച്ചായയാണോ ചേച്ചി? ചേർന്ന് എനിക്കിപ്പോ വീട്ടിൽ ചായ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. യമുന ചേച്ചി പറയണേ യമുന ചേച്ചിക്ക് വീട്ടിൽ ചായ ഇടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. എന്താ കാര്യം? ചേട്ടനും മക്കളും കൊടുത്ത ഉടനെ പറയും ഇതാ ജിൻഡോ ചേട്ടൻ ഇട്ട് കൊടുത്ത ചായ. കുറ്റം പറയാൻ പറ്റൂല. ഇത്രയും നാള് ഹസ്ബൻഡും മക്കളും പറഞ്ഞു കുഴപ്പമില്ല നല്ല ചായയാന്ന്. ഇനിയിപ്പോ ഉള്ള സത്യം വിളിച്ചു പറയാലോ, ഇങ്ങനെ തമാശക്കോടെങ്കിലും. ഈ ചായ ജിൻഡോ ചേട്ടൻ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതം ഉള്ളന്ന്. ചേച്ചി ചെലപ്പോ സത്യമായിരിക്കട്ടോ. അത് രസമാണ്. ജിൻഡോന് ചിരിച്ചിട്ട് വെളിവില്ല. എല്ലാരും അടിച്ച് കയറ്റാണല്ലോ കപ്പ് കുപ്പ് കിപ്പെന്ന്. സ്പോൺസർ ടാസ്ക്. ഇത് ബിരിയാണി ഏരിയയുടെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. വേറെ ഒന്നല്ല, 2 ബൗളിൽ കുറച്ച് സ്ലിപ്സ് എഴുതിയിട്ടുണ്ട്. അതെടുത്ത് വായിക്കുക. 2 ബൗളിൽ നിന്ന് ഓരോന്ന് എടുക്കണം. എടുത്ത് വായിച്ചിട്ട് അത് വായിക്കുമ്പോൾ ആരാണ് മനസ്സിൽ വരുന്നത് അവരുടെ പേര് ബോർഡിൽ എഴുതാം. 2. അപ്പൊ അഭിഷേക് ആണ് ആദ്യം എടുത്തത്. അഭിഷേകിന് ആദ്യം കിട്ടിയ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആദരവ് തോന്നിയ വ്യക്തി ആര്? നിങ്ങൾക്ക് ആദരവ് തോന്നിയിട്ടുള്ള വ്യക്തി ആര്? അഭിഷേക് പറയുന്നത് സുരേഷ് ഏട്ടനാണ്. ഇവൻ കണ്ടിട്ടോലും ഇല്ല, പിന്നെ എങ്ങനെ ഇത് പറയണേ? ആരുടെ ഏത് ഹാബിറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം? അടുത്ത ചോദ്യം അഭിഷേകിന് കിട്ടിയത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും നല്ല ഹാബിറ്റ് ആരുടെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? അഭിഷേക് പറഞ്ഞു നോറയുടെ ഹാബിറ്റാണ് ഇഷ്ടം. കാരണം നോറ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരുന്നു. ആദരവ് തോന്നിയിട്ടുള്ള വ്യക്തി ആര്? എനിക്ക് സുരേഷ് ഏട്ടനാണ്. ജാസ്മിനും മറ്റേ സംഭവം സെയിം തന്നെയാണ് കിട്ടിയത്. അതും സുരേഷ് ഏട്ടൻ തന്നെ കൊടുത്തു. അയ്യോ എനിക്കും സെയിം ക്വസ്റ്റ്യനാ. കുടുംബാംഗങ്ങളിൽ ഏറ്റവും നല്ല ഹാബിറ്റ് തോന്നിയത് ആർക്കാണെന്ന് അഭിഷേകിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ജാസ്മിനും കിട്ടി. ജാസ്മിൻ എഴുതിയത് ശ്രീധുവിനെയാണ്. ശ്രീധു ആരെങ്കിലും വിഷമിച്ചിരിക്കുമ്പോ വന്ന് ആശ്വസിപ്പിക്കും. അതിന്റെ റീസൺ ചോദിച്ചിട്ട് നമുക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ ശ്രീധു പിന്നെ അത് കുത്തി കുത്തി ചോദിക്കില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. നിങ്ങൾക്ക് ആദരവ് തോന്നിയിട്ടുള്ള ഋഷിയും സുരേഷ് ഏട്ടൻ ഇതെന്ത് ഇയാൾ ഇത്ര വലിയ സംഭവമായിരുന്നു. ഏത് ഹാബിറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഏറ്റവും നല്ല ഹാബിറ്റ് തോന്നിയത് ആരുടെയാന്നുള്ള ചോദ്യത്തിന് ഋഷി പറഞ്ഞു അൻസിബ. സ്വാഭാവികം. ഓണം ആഘോഷിക്കാൻ നിങ്ങൾ ബിഗ് ബോസ് കുടുംബാംഗങ്ങളിൽ ശ്രീധുവിന് കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ആദ്യ ഓണാഘോഷത്തിന് ആരെയായിരിക്കും നിങ്ങൾ ക്ഷണിക്കുക? ആരുടെ കൂടെ ആയിരിക്കും അത് ആഘോഷിക്കാൻ ഇഷ്ടം? എനിക്ക് ശരണ്യ ചേച്ചിയാണ് ഇവിടെ വന്നിട്ട് കണക്ട് ആയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കെയറിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തി തോന്നിയ പേഴ്സൺ ആര്? കെയറിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിട്ട് അർജുന ഞാൻ പറയുന്നത്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ട്രസ്റ്റ് വർത്തി ഞാൻ വിശ്വസിക്കുന്നുണ്ട് അർജുന. കെയറിംഗ് തോന്നൂലോ, ഇഷ്ടപ്പെടൂലോ? ശേഷം വരുന്ന ആദ്യ ഓണം ആഘോഷിക്കാൻ നിങ്ങൾ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ അർജുന കിട്ടിയ ആദ്യ ചോദ്യം ഓണാഘോഷിക്കാൻ ആരെ സെലക്ട് ചെയ്യും? സിജോ. ഈ ബിഗ് ബോസ് വീട്ടിൽ വളരെ കെയറിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തി കെയറിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആര്? ശ്രീധു. എനിക്ക് ഫീൽ ചെയ്തത് ശ്രീധു തന്നെ. ശ്രുതി. ആദ്യം ഓണം ആഘോഷിക്കാൻ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ജാൻമണിയെ തെരഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് അവരെല്ലാരും ബിരിയാണി തിന്നു. ഞാനിങ്ങനെ കൊതിയോടെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാരും പുറത്തിരുന്ന് സംസാരിക്കാം. അപ്പൊ യമുന ചേച്ചി ചോദിക്കാ പോക്കറ്റിലൊക്കെ ചപ്പാത്തി ഇട്ട് ജിന്റെ ഫസ്റ്റ് എന്ത് രസമായിരുന്നു. ജിന്റെ എന്റെ ചപ്പാത്തി ഒക്കെ ചോദിച്ചിട്ടുണ്ടോ, പോക്കറ്റിൽ മടക്കിയിട്ടുണ്ടോ? ഈ ജിൻഡോ ഞാനും ഭയങ്കര കമ്പനി ആയിരുന്നു. ഫുഡ് കഴിച്ചു വന്നു അർജുൻ. ദൈവമേ, ഇരിക്കാനും വയ്യ നിക്കാനും വയ്യ. അപ്പൊ ജിൻഡോ എന്നാ നീ പറക്കടാ. ജിൻഡോ അർജുനോട് പറയാ, എടാ നിന്റെ വയറെല്ലാം നിറഞ്ഞുള്ളൂ, എന്റെ കൊരുക്ക് വരെ എത്തിടാ. ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ പറ്റാതെ ഞാൻ കഴിച്ചേനെ. ഇത്തിരി കൂടി സ്ഥലം ഉണ്ടെങ്കിൽ ഞാനൊരു ഫ്രൂട്ട്സ് കൂടി തിന്നേനെ. ജിൻഡോ പുറത്തിറങ്ങിയാലും അപ്പൊ ഈ സമാധാനത്തിന്റെ പാതയായിരിക്കും. അതേ യമുന ചേച്ചി ചോദിച്ചു, ജിൻഡോ പുറത്തിറങ്ങിയാലും സമാധാനത്തിന്റെ പാത തന്നെയാണോ? ജിൻഡോ പിന്നെ അത് പിന്നെ ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അറിയാം ആരുടെ ഒക്കെ സ്വഭാവമാണ് മാറണേന്ന്. ഇതിൽ എത്രത്തോളം പൊന്നു ജാസ്മിൻ, നീ സ്വന്തം കണ്ണിലെ തടി കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരണ്ട് എടുക്കാൻ നടക്ക്. പിന്നെ നേരെ പുറകെ നീ ഇതും പിടിച്ച് നടക്കാണോ? ഋഷി പറയണു, പിന്നെ നീ പുറത്തിറങ്ങിയാലും ഇപ്പൊ ജിൻഡോന്റെ കള്ളത്തരം കണ്ടുപിടിക്കുക, പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കാ. ഒന്നും അറിയാൻ പോള്ള. അറിയാൻ ഒന്നും അറിയില്ല. ഇങ്ങനെയാണ് നിനക്ക് എങ്ങനെ അറിയും? അതിപ്പോ യമുന റാണി ചേച്ചി പിന്നെ ചോദിച്ചു, അല്ല ജിൻഡോ സീരിയസ് ആയിട്ട് ചോദിച്ചാ ജിൻഡോന് മാറ്റം ഉണ്ടാവോ? നമ്മൾ ഈ ഒരു മാറ്റം പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ജിൻഡോ ഉറപ്പായിട്ടുണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. ബിഗ് ബോസ് ഹൗസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പൊ ജാൻമണി പാതിരാത്രി ആയപ്പോ ഋഷിനോട്, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഈ വീടിന്റെ വില നിനക്ക് മനസ്സിലാവുള്ളൂ മോനെ. വി ആർ വെരി ലക്കി. നീ ഭയങ്കര ലക്കി അടക്കി ഋഷി. ഈ വീട്ടിലെ വില നമുക്ക് ഒന്നാം ടൈമിൽ നമുക്ക് അറിയില്ല. ഋഷിനെ കണ്ടിട്ട് ഋഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ ഫൈനലിലും തന്നെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കോണ്ടസ്റ്റന്റും ഫൈനലിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതുവരെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് യാതൊരു കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഫൈനലിൽ നിന്ന് അവരെന്നെ ഒഴിവാക്കിയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ ആഴ്ച റീ എൻട്രികളുടെ സമയമാണ്. നമ്മുടെ റോക്കി ബായിക്ക് റീ എൻട്രിക്കുള്ള ക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇരുന്ന് കരയുണ്ട്. ഒരാളുടെ കവളിടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ റീ എൻട്രി കൂടി കൊടുക്കാം. എന്റെ മോനോ. എന്തൊക്കെയായാലും
വോട്ടിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ജയിക്കണമെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക. അപ്പോ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് എപ്പിസോഡ് 94ന്റെ റിയാക്ഷനുമായിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ.